welcome to our YouTube channel. We are Mr. and Mrs. Paraka. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ആദ്യം ചാർജിയാണ് കോയമ്പത്തൂർ. അപ്പോൾ ട്രെയിൻ കറക്റ്റ് 9:10 തന്നെ എടുത്തിട്ടുണ്ട്. റോഡ് കിടക്കണ്ടേ ഇപ്പം നമ്മ റോഡിന് ഓപ്പോസിറ്റാണ്. റോഡിൻ്റെ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റാണ് വന്നത്. എല്ലാ പടല്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഇത്രയും. കൈ നല്ലോണം തോന്നോട്ടാ, നല്ലോണം തോന്നും. ടേസ്റ്റ് ഉണ്ട്. ഇത് മലയാളികൾ തന്നെ ഹോട്ടലാന്ന് തോന്നുന്നു. അവിടെ ഓണറിലെ മലയാളത്തിൽ വർത്തമാനം പറയുന്നുണ്ട്. അധിക സ്ഥലത്ത് അങ്ങനെ മലയാളികൾ അടുത്ത്. ഇത് മലബാറി ബിരിയാണിയാണ്, മലബാറി ചിക്കൻ ബിരിയാണി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫുഡൊന്നും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ക്വാണ്ടിറ്റി പോരാ, 130 വാങ്ങുന്നതുകൊണ്ട് അതിനൊക്കെ ക്വാണ്ടിറ്റി. നമുക്ക് അടുത്തത് ഇവിടുന്ന് വേഗം വെക്കണം. റൂം നോക്കിയിട്ട് വേണം ദിശയിലേക്ക് പോകാൻ. ഇതിപ്പം ബസ് സ്റ്റാൻഡ് അടുത്ത് എന്തോ ഇല്ലെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ഇതെല്ലാം ഫുള്ള് ബസ്സല്ലേ, പക്ഷെങ്കിൽ നമുക്ക് പോകേണ്ട ബസ് ഈ ടൈം ഇല്ലയെന്നാണ് ഇവർ പറയുന്നത് കേട്ടത്. 14D എന്ന് പറയുന്ന ബസ്സിലാണ് ഈ ഇഷ ഫൗണ്ടേഷൻ്റെ അങ്ങോട്ടേക്ക് പോകേണ്ടത്. അവിടെ വെക്കുന്നുണ്ട്, കാര്യമില്ല, വെറുതെ അതിനെ കൊണ്ടാക്കുന്നു. ഇവിടെയെല്ലാം കുറേ റൂമാണെന്നുണ്ട്. പക്ഷേ ഇവിടെ റേറ്റ് പോയിക്കോക്കണം എത്ര വരുന്നത്. ചെറിയ റൂംസാണ് ഇവരുടെ കാര്യം പറയുന്നത്. ചെറിയ റൂമാണ്, വലിയ കത്തി റേറ്റ് വന്നു. നോക്കാം എന്തായാലും, നോക്കിയിട്ട് എടുക്കണം. ഞങ്ങൾ രാവിലെ എന്നിട്ട് ചെക്കൗട്ടാണ് ഇതാണ് എടുക്കുക. നാളെയും കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്, ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്, അതുകൊണ്ടാണ് കോയമ്പത്തൂർ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ റൂം. വേറെ എടുത്തായാലും ആടെ നമ്മൾ ഹസ്ബൻഡാണോ വൈഫാണോ എന്നുള്ളതിന് തെളിവ് വേണം പോലും. അവർക്ക് ഡൗട്ട് വല്ലാണ്ട്. നമ്മൾ തന്നെ റൂം വേണ്ടെന്ന് അറിഞ്ഞിറങ്ങി വേറെ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ റൂം കിട്ടി. ഇതാണ് ഷെൽഫിലുണ്ട്, കബോർഡ്. കബോർഡെല്ലാം ഉണ്ട്, ടി വി ഉണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ല. ഭയങ്കര ചാർജാണ് വാങ്ങുന്നത്. അവിടെ നമ്മൾ ഓട്ടോ ഊബർ ബുക്ക് ചെയ്തത്. അതാകുമ്പം ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോകാൻ 150 രൂപയല്ല പറയുന്നത്. ഊബറാകുമ്പോൾ ഒരു 60 സംതിങ്ങിനൊക്കെ ആവും. അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ബസ്സില്ല, അത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ പോകണം. അതാകുമ്പം സീറ്റ് കിട്ടുന്ന എല്ലാവരും പറയുന്നത്. ഇവിടുന്ന് ഭയങ്കര റഷാണ്. ഡയറക്റ്റ് ഓട്ടോ വിളിക്കുന്നതാണെങ്കിലും 700 പറയുന്നത്.
നമുക്ക് നന്നാടിനെ പറയുന്നത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നില്ല. വേണ്ട വേണ്ട കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഊബറാകുമ്പോൾ അതിനോടായി. ഊബർ അവർ പറയുന്നതിനേക്കാളും എക്സ്ട്രാ പേയ്മെൻറ്റ് പറയുവാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ ഓട്ടോ വിളിച്ചത്. 100 പോകാമെന്ന് പറഞ്ഞു. നമ്മൾ പരമാവധി ബാർഗൈൻ ചെയ്താൽ മാത്രമേ ഇവിടെ റേറ്റെല്ലാം പറയൂ. ഇല്ലെങ്കിൽ അവർ അറക്കും. 150 പറഞ്ഞെടുക്കുന്നത് നമ്മൾ 100 പറഞ്ഞു. 100 പറഞ്ഞാൽ ഒരു ചേട്ടൻ ഓക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്ന് സ്റ്റാൻഡിൻ്റെ അടുത്തായതുകൊണ്ട് ഓക്കെ ആവില്ല. അവരോട് ചോദിക്കണം. അവരോട് ചോദിക്കുമ്പോൾ അവർ 150 പറഞ്ഞു. പക്ഷെ അവർ തമ്മിൽ അടിയായിട്ടാണ് നമുക്ക് 100 വന്നത്. എടുക്കാൻ പാടില്ല. വെറും പിന്നെ വണ്ടി കയറിയതും തൊട്ട് അയാൾ ഈശ പോവാം. ഇത്ര റേറ്റ് ആണോ ഇത്ര റേറ്റ് ആണോ ശല്യം ചെയ്യും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഇതാക്കല. അതുകൊണ്ട് പരമാവധി ബസ് വരാൻ വേണ്ടിയിട്ട് നോക്കാം. ബസ് ചാർജ് 50 ആണ് പറയുന്നത്. എന്തായാലും ഓട്ടോയിലൊക്കെ നല്ലതല്ല. പക്ഷെ നിൽക്കേണ്ട വരും. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. സീറ്റ് കിട്ടുമോ നോക്കാം. നല്ല റഷാണ് ബസ്സിൽ. ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഗാന്ധിയിലും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് തന്നെ ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഇനി അടുത്ത ബസ് എന്ന് വെച്ചാൽ 1 hour കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന് കയറാണ്ടിരിക്കാൻ പറ്റില്ല. 1.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടത്തേക്ക്. ശരിക്കും നമ്മുടെ നാട്ടിലെ ബസ് ആണെങ്കിൽ ഒരു 1 മണിക്കൂറുണ്ട്. ഒരു സ്പീഡും ഇല്ല. ഭയങ്കര റഷാണ്. ഇതായിട്ട് കാണില്ലേ. ഇതാണ് അവസ്ഥ. ഒരു ഡാർക്ക് സീനാണ്. ഇപ്പോൾ ഇവിടുന്ന് നടക്കാനുണ്ട് കുറച്ച് അകത്തേക്ക്. നമ്മൾ മുന്നിലേ വരും. എന്നിട്ട് ഇപ്പുറം കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. വെള്ളം വാങ്ങാനുണ്ടോ? നടക്കാൻ കഴിയാത്തവർക്കതാ കാളവണ്ടിയുണ്ട് വലിച്ചുകൊണ്ട് പോകാൻ. അതിൽ കയറാൻ പറ്റും. നടക്കുന്നതായിരിക്കും ബെറ്റർ. വെള്ളം വേണ്ടവർ പുറത്തുനിന്ന് വാങ്ങിച്ച് വരുന്നതായിരിക്കും നല്ല. ഇവിടെ 40 ആണ് ഈ ബോട്ടിൽ വെള്ളത്തിൽ. നല്ല കാറ്റുണ്ട്. മിക്കവാറും വർത്തമാനം പറഞ്ഞൊന്നും കേൾക്കലുണ്ടാവില്ല. നമുക്ക് ആടുന്ന് റീഫിൽ ചെയ്യാം. അവിടെ വെള്ളം കിട്ടും തോന്നും. ഇവിടെ എത്തേരം വാങ്ങിയതാണ്. ഇത്ര ഓട്ടം ഇത് കഴിയാണ്. ബസ്സല്ലേ വണ്ടി എത്തിയായിരുന്നു ഏറ്റവും ബെറ്റർ ഇടാം. ഊബറും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവർ വിശ്വസിക്കുന്നില്ല. ഇവർ എക്സ്ട്രാ പൈസ വാങ്ങും. ബസ്സിലെല്ലാം ഫുൾ സീനാണ്. ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്. ട്രാഫിക് പോലീസുകൾ ചെക്കിങ്. ടിക്കറ്റ് എടുക്കാത്തത്. അതിനിടയ്ക്ക് ആരോ ടിക്കറ്റ് എടുക്കാനുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ എത്ര ചോദിച്ചിട്ട് ടിക്കറ്റ് എടുക്കാത്തവർ പറയുന്നുമില്ല. എന്നിട്ട് ബസ്സിൽ ടിക്കറ്റ് എടുത്തവരെ പുറത്തിറക്കി തലയണ്ണീറ്റെല്ലാം ഉള്ളിൽ കയറ്റിയത്. അപ്പോഴത്തേക്ക് 2-3 ഹിന്ദിക്കാരാ. അവർക്ക് സംഭവം ഭാഷ മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. ടിക്കറ്റ് എല്ലാ ഭാഷയിലും ടിക്കറ്റ് തന്നെ ഇല്ല. ഏന്നോർക്കേ ആ നടക്കാണ്ട് മഴ പാറുന്നുണ്ട്. ഇറങ്ങാനാ എല്ലാ ചെടികളും ഇതൊക്കെയാണ്. വണ്ടി ഉണ്ട് അപ്പുറം പാർക്കിങ്. ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. അധികം മലയാളീസ് തന്നെ ഇവിടെ. നല്ല കോയമ്പത്തൂർ എവിടെയും മലയാളീസാണ്. ഹോട്ടൽസ് ആയാലും എല്ലായിടത്തും മലയാളികളെ കാണാൻ. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഈ ഓട്ടോക്കാർ ശരിയില്ല കേട്ടോ. ഭയങ്കര പൈസയാണ്. എന്നാലും നമ്മളെ എറണാകുളത്തൊക്കെ കണ്ണൂർ ഒട്ടും ഇവിടെ ഊബർ വരെ പറ്റിക്കല. നമ്മുടെ നാട്ടിലെ പൈസ ബിസിനസ്സാണ് മൊത്തം. ഇവിടെ ഉണ്ടോ കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഇത്. അവരെ സത്യം ഉപദ്രവിക്കുന്ന പോലെ.
മഴക്കാലത്ത് ഇതൊക്കെ ഉണ്ട്. ഫ്രം സേഫ് സോലി അങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സിലാവുന്നില്ല. നല്ല ഇവര് ചെടികളും നല്ലോണം നട്ടു കണ്ടാളെ കുപ്പായം നോക്കി നടക്കണേ. ഇതാ ഇവിടെ സ്വഭാവം. ആരെങ്കിലും പിള്ളേർ കുപ്പായം കണ്ടാൽ നല്ല കുപ്പായം അല്ലേ? കിട്ടും കുറെ. ഫുള്ള് ഗാർഡനാണ് ഇവിടെ. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ ചെറുങ്ങനെ തല കാണുന്നുണ്ടാവും ശിവന്റെ. ശരിയാക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ആദിയോഗി. ഇത് വെള്ളിയാങ്കിരി മലനിരവിൻ്റെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് പോകാനുണ്ട്. 2 കൊല്ലം കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. 8 മാസം കൊണ്ട് ഇതാക്കി. വെറും 8 മാസം കൊണ്ടാണ് ഇത് പണിതാക്കിയത്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റീലിനെ കൊണ്ടുള്ള പരിപാടിയാണ്. ഇതിനെന്തോ റെക്കോർഡൊക്കെ ഉണ്ട്. എന്തോ വേൾഡ് റെക്കോർഡ് എന്തോ ഉണ്ട്, ഗിന്നസ് റെക്കോർഡ് എന്തോ ഉണ്ട് തോന്നുന്നു. അങ്ങനെ പറയുന്ന കേട്ടത് കറക്റ്റ് അറിയത്തില്ല. ഈശ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഇതിൻ്റെ സംഭവം. ഇതെല്ലോ തമിഴിലെല്ലാം എഴുതി വെച്ചിട്ട് നമുക്കൊന്നും പിടിയാട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ, ബാക്ക് വ്യൂ. 2017 ഒന്നും വായിക്കാൻ പറ്റുന്നുണ്ട്. അവർ വായിച്ചു, നമുക്കൊന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷിലുണ്ട് വായിച്ചാൽ. കുറേ ആൾ ഇവിടെ ഇരിക്കുന്നല്ലോ. നല്ല ഒരുമാതിരി പാർക്കിൻ്റെ ഒരു ആംബിയൻസ് ഇവിടെ. ഞാൻ പറഞ്ഞോടെ നിങ്ങളുടെ മഴവില്ലെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ക്യാമറയിലൊന്നും മനസ്സിലാവുന്നില്ല. നീ കാണുന്നില്ല അവിടെ? അതാ കാണുന്നില്ല. അതാണ് ആ സൈഡിൽ കാണുന്നില്ല. കളറ് വേറെ വേറെ. എന്താ കണ്ണേ, അതാണ് നേരത്തെ ആ പക്ഷി കിടക്കുന്നുണ്ടാ ആടെയത്. അതിന് നേരെ മുകളിലേക്ക് നോക്കിയേ, ആ മേഘത്തിൽ. അങ്ങനെ കാണുന്നുണ്ട്. ഈ സ്ഥലം ഫുള്ള് ഇവരായിരിക്കില്ലേ? മുടീൻ്റെ ഇത് നോക്കിയേ, മുടീൻ്റെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒരു ഇട്ടടിച്ചിട്ടുണ്ട് ക്യാമറ. മുടീൻ്റെ സൈഡേ എന്നാലേ ഫ്രണ്ട് കിട്ടും. ഇത് ആയല്ലോ, എത്ര വെയിറ്റുണ്ടല്ലേ സംഭവം. ഒരു 200 മീറ്റർ. ടിക്കറ്റ് എടുക്കണമെന്നല്ലോ. ആ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നോക്കേണ്ടി വരും. ഇവിടെ ഗൂഗിൾ പേ എടുക്കുമോ? ഫോണുണ്ട്. ടിക്കറ്റിൻ്റെയൊക്കെയാണോ ഇത്? വേറെ എന്താ വന്നിട്ട് ഉള്ളിലേക്ക് കാര്യം നോക്കാം. ചോദിച്ചാൽ നമുക്ക് ആദ്യം പുറത്തു നോക്കാം. വേണ്ട, ഇതാണ് സൈഡ്. ഈ വാട്ടർ ബോട്ടിൽ വെച്ച്
ഫിനിഷിങ് ഇങ്ങനെ ആകുമ്പോ നല്ല വെയിലുണ്ട്. ഓ ഇത് കയറുമ്പോ ചെരുപ്പൂരി വെക്കണം കേട്ടോ. പുറത്ത് എല്ലാവരും ചെരുപ്പൂരി നല്ല ആൾക്കാരുണ്ട് ഇവിടെ, കുറേ ആളുണ്ട്. മോളെ സംഭവം ഉള്ളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ മതിയോ എന്താ ഫ്രണ്ട് എന്നിട്ടൊരു നൈസല്ലേ നൈസല്ലേ. ആ കഴുത്തിറക്കുന്ന മാല രുദ്രാക്ഷം എന്നാ പറയുന്നത്. കുറേ രുദ്രാക്ഷം കൊണ്ടാക്കിയത്. നല്ല കാറ്റ്, അത്യാവശ്യം വെയിലുണ്ട്. രാവിലെ ഒന്നും വണ്ടിയിലെ കാര്യം ഉണ്ടാകുന്നില്ല, ഫുള്ള് വെയിലായി. വൈകുന്നേരം വരുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 7 മണിക്കുള്ള ലേറ്റർ ഷോ ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കി നോക്കുന്നത് എക്സാക്ട് വ്യൂ ഇതാ. ലേറ്റർ ഷോ ഉണ്ടായിരുന്നു. അല്ലേ ഏതാണ് ക്യാമറ എത്രത്തോളം കിട്ടുന്നില്ല. നല്ലൊരു കാര്യം, നല്ലൊരു അന്തരീക്ഷം. എല്ലാരും വന്ന് നോക്കുക, ഇഷ്ടപ്പെടും. ഇതന്നെ ബസ് യാത്ര ഇരിക്കാൻ സീറ്റ് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സീറ്റിലെ ബസ് നോക്കി കയറുന്നല്ലേ. നിൽക്കാന്ന് വെച്ചാൽ മടുപ്പ്. ഞാൻ വേഗം വണ്ടിയിട്ട് ഞാൻ നല്ല പറ്റുന്നവർക്കെല്ലാം വണ്ടിയിട്ട് വരാം, എന്നാലും ബെറ്റർ. അതാണ് നമ്മൾ ഇഷ്ടത്തിന് എവിടെയാന്ന് വെച്ചാൽ നിർത്തും ചെയ്യാം. ഇവർ ഈ അറക്കലും ഒഴിവാക്കിയിട്ട് കിട്ടും. സേൾസ് ഓയിലിന് വേണ്ടിയൊരു സംഭവം കാണുന്നുണ്ട്. ഇവരെ വക എന്തോ The magic of soil is it turns death into life. Depleted soils will not quench the fire of hunger. Unquenched hunger can burn the very world. This is a generational responsibility. Save soil. Let's make it happen. എല്ലാവർക്കും ഇപ്പോൾ തരും സംഭവമുണ്ട്. ഞാൻ ചെയ്ത് നോക്കാം. നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. Save soil. Let's just make it happen. എല്ലാവർക്കും ഇവർ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഇപ്പം മഴ വരുമ്പോൾ നമുക്ക് തലക്ക് വെക്കാല്ലേ. മഴ വരുമ്പോൾ തലക്ക് വെക്കാം. Soil is dying. To create awareness to save soil, Sadhguru did a lone motorcycle ride from London to Coimbatore, about 30,000 kilometers. This is to create people's support, to make the policy changes happen. If only all of us can raise our voice together to ask the government this will happen,
Now to show support for Save Soil, you can hold these placards and you can come forward near the stage area. We'll be doing a very small Save Soil dance together. We'll be learning very simple dance steps. Those who wish to show support for Save Soil, you can hold this and you can come and join us near the stage area. Please hold this and you can come forward. Okay, Anna, can you play? This very body is soil. My body, your body, everybody. Okay, is it audible? Yes, those who wish to show support, please come forward. Okay, face towards Adi Yogi now, everyone. Here, everyone, here. Here, I'm here. Face towards Adi Yogi. Double arm distance, take yourselves to like this. This much distance should be there. Yeah, just be there only. Okay, fine. Double arm distance means like this. You show like this. You make some distance like this. Okay, little backside. Okay, little backside. Little backside. The magic of soil. Okay. So this line you can join from backside. Several lines you need to make now. This group you can join from backside. Backside. Okay, placards up. Everyone. Sadhguru. Depleted soils will not quench the fire of hunger. Sadhguru did a lone motorcycle ride in London to Coimbatore, about 30,000 kilometers. This is to create people's support to make the policy changes happen. Okay, this side, little backside you move. Little backside. Yeah, double arm distance, check yourselves. Like this you do now, everyone. Okay, ready? Little backside you move. Double arm distance, check yourselves, do like this. Shift. Okay, little more backside, can we shift? Little more backside. Little more backside. This side. Back, back, back. Okay, backside, more backside. Okay, ready? So now this team will shift this side. Right hand side, shift your right hand side. Shift towards your right hand side. Do like this. Okay, are we there? Yes. Can you hear me? Little backside, can you move? Okay. Now double arm distance will now demonstrate. Anna will demonstrate. So you need to shift. Yeah, this much distance should be there. Yeah, do like this. Little backside. Move backwards. Everyone. Yeah. Little more back. Okay, I think, shall we start? Anna, are we ready? Okay, are we ready? Can we support Save Soil? Yes? Everyone block it up. Now we'll be doing a very small Save Soil dance together. Are we ready for this? Yes? Can we support Save Soil? Yes? Okay. So now we'll be doing the steps all together with Anna. Anna will demonstrate us. Shall we start? Everyone placards up. Are we ready? This very body is soil. My body, your body, is just Do this soil. with Anna. So step number 1. Okay, what do you do with Anna?
You do with this. ഡാൻസ് കളിച്ചാ One. Everyone one. This very body is soil. 3. My body, Clap, your clap. body, everybody. കുറേ ആള് ബാക്ക് ചെയ്തിട്ടാവായിട്ട്. Okay, again. 1, 2, 3. Clap, clap. Now second step this side. 1, 2, 3. Clap, clap. Okay. Again you do second step. 1, 2, 3. Clap, clap. ഡാൻസ് എല്ലാം കളിക്കുന്ന കാണുന്നുണ്ട്. Okay, now 2 steps. We'll be doing it together. 1, 2, 3. Magic of soil. Clap, clap. 1, 2, 3. തോറ്റ് പിന്മാറി. ഏതാ കാറ്റ് അറിയാം. നോക്കി അതിന്റെ ഓലം നോക്കിയ പോയിട്ട് ഉള്ളറാ. ഒന്നും മനസ്സിലാവണ്ടോന്നും അറിയില്ല. നല്ല കാറ്റാ ഇവിടെ. സൗണ്ട് അവർക്ക് ആ ഭയങ്കര നോയ്സാ. Hunger. Unquenched hunger. ആ ഒക്കെ ഫോട്ടോ എടുക്കാൻ പോട്ടു. എന്നാ ഫോട്ടോ എടുക്കട്ടെ. മഴ വന്നിട്ടുണ്ട്. ഫുള്ള് മഴയും മഴയാണ്. കുറച്ചും പേര് കയറിയിട്ടുണ്ട്. നല്ല മഴയാണ്. നല്ല മഴയായി. ഫുള്ള് കൊടയെടുക്കാൻ വിചാരിച്ചതാണ്. ഒരു കാര്യമില്ല. ഒരു കാര്യം അവിടെ പറ്റുന്ന ഇവിടെ ആരും നനയാത്ത ഒരാൾക്കാരില്ല. എല്ലാവരും നനഞ്ഞിട്ട് ഫോട്ടോ വീഡിയോ ആ എടുക്കുന്നത്. എല്ലാവരും നനച്ചിട്ടുണ്ട്. ഉണങ്ങി കിട്ടുമെന്ന് അറിയില്ല. ഉണങ്ങിയിട്ടില്ലെങ്കിൽ ലൈറ്റ് ഷോ ഇല്ലാണ്ട് റൂമിൽ പോകുന്നതായിരിക്കും. ശിവം വരെ നനഞ്ഞ് കുളിച്ചിട്ടാണ്. ഇതിന് കുഴപ്പമില്ല. മഴ പോയിട്ടുണ്ട്. ഏകദേശം പോയിട്ടുണ്ട്. പക്ഷെ വെയിൽ വരാൻ പണിയാ. ഉണങ്ങി പോലെ ഇനി ഉണങ്ങി പക്ഷേ കിട്ടൂല. ഉച്ചയെല്ലാം കഴിഞ്ഞോണ്ട് എനിക്ക് വെയിൽ വെയിലായിട്ട് വരുമോ. ഊളൻ ബാക്ക് സൈഡൊക്കെ ഊളനാ. ശിവന്റെ ബാക്കിൽ ഊളനാ. ഊളെന്ന് വെച്ചാല് അതായത് പോകാം. പോകാം. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. വിറക്കല് പിള്ളേരൊക്കെ നോക്കട്ടെ. കാര്യമില്ലട്ടാ. ക്യാമറ ഫുള്ള് പോയി. ഇവിടെ അധികം അടിക്കുന്നില്ല. തുടച്ച് ലെവലാക്കാൻ നോക്കാം. സംഭവം ഇതിന്റെ അടുത്ത് നല്ലൊരു ഇതാണ്. ഫുള്ള് വെള്ളം ഒലിച്ചിറങ്ങും. ബാക്ക് വശാ. നമ്മൾ അറിയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ മഴ കുറഞ്ഞു തോന്നുന്നു. ഇതാന്ന് മല കണ്ടോ? നല്ല മല. എല്ലാരും ഒരാളെ നനയാളില്ല. ബസ്സിന്റെ ഡ്രൈവറായിരിക്കും ആകെ നനയാണ്ടിട്ടുണ്ടാവും. ഇവരെല്ലാം നനഞ്ഞ്. ഇവര് കുറച്ച് മാറ്റമുണ്ട്. കുറേ കുട്ടികൾ ഇതാക്കുന്നുണ്ട്. എല്ലാം തുരപ്പാ തോന്നുന്നു അല്ലേ? ആ പറഞ്ഞോളൂ. നയിച്ചതാണ്.
പോണ്ടേ? ഇത് ഉണങ്ങൂലേ? മഴയിന് വന്നിട്ടെങ്കിലും ഉണങ്ങും അത്യാവശ്യം. ഉറങ്ങുള്ള കുഴപ്പമില്ല, എന്നാലും പ്രപഞ്ചം കാണാണ്ട് പോണം. നോക്കാം, നോക്കിയിട്ട് ചെയ്യാം കേട്ടാ, നോക്കിട്ട് ചെയ്യാം. വെയിലാന്ന് ഇരുന്നല്ല നല്ലതാ. ഇതിനെ ഇങ്ങനെ റൗണ്ടി വിട്ടാൽ മതി. ഇതിൻ്റെ സൈഡിലേക്ക് കൂടെ ഇങ്ങനെ നടന്നാൽ കേട്ടാ, പാമ്പതാ പാമ്പ്. അടുത്ത് കാണുമ്പോൾ ഇതിന് എന്തൊക്കെയോ സ്റ്റീലിന് ഇത് മനസ്സിലാവുന്നില്ല. ദൂരത്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ സിമെൻറ്റിൽ തീർത്ത സംഭവമെന്ന് വിചാരിക്കും. ദൂരത്ത് കാണുമ്പോൾ ആ ഒരു ലുക്കാണ്. അടുത്ത് നിന്നാൽ നമ്മൾ ഫുള്ള് അത് കട്ട വലിയ കല്ലില്ല, നമ്മളെ കല്ലിൻ്റെ ഒരു ഷേപ്പിൽ കുറേ കട്ട കാണാം. കേട്ടാ സംഭവം. എല്ലാവരും തോന്നിട്ട് ഇതാക്കിയിട്ടെല്ലാം വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ബസ് മിസ്സാവും. മിസ്സാവലും അതാ തിരക്കാവും. 5-10 മിനിറ്റ് നിന്നിട്ട് നോക്കിയിട്ട് എന്നാലേ സീറ്റൊക്കെ കിട്ടും. അല്ലെ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ നിന്ന് പോകേണ്ടി വരും. ഓൾറെഡി നമ്മൾ നനഞ്ഞിതായിട്ടല്ലേ. Years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. Intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi.
day. Only 7 seekers remained as they could not tear themselves away from him.